ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മക്രോണിയാണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാസ്ത മക്രോണി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് മക്രോണി ഞാനിവിടെ എടുത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. 1 കപ്പ് മക്രോണി എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഇവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഏതെങ്കിലും ഓയിലോ വെളിച്ചെണ്ണയോ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഒരുപാട് സമയമൊന്നും വേകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ 2-3 തവണ തിളയ്ക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. നല്ലതുപോലെ 2-3 തവണ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കാം. ഇത് കൈ കൊണ്ട് നല്ലതുപോലെ ഉടയുന്നുണ്ട് എങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. മക്രോണി മുഴുവൻ ഇപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ സവാളയും 1 വലിയ ക്യാരറ്റും 1 തക്കാളിയും അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും സവാളയും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മക്രോണി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം തീ കൂട്ടി വെച്ച് തന്നെ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ വഴണ്ടി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയും സവാളയും എല്ലാം നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണവും കുത്തലും എല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത്
ഒന്നുകൂടെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ ചില്ലി സോസും റെഡ് ചില്ലി സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ മാഗി മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മാഗി മസാല നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ചേർത്താൽ വളരെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പം മാഗി മസാല ഇടുന്നത് നല്ലതാണ്. ഇത് കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയാണ്. ഇതുപോലെയാണ് മക്രോണി പാസ്ത ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും. മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.